നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ ആർഎസ്എസ് നേതാവിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. നെടുമങ്ങാട് ജില്ലാ പ്രചാരക് പ്രവീണാണ് ബോംബെറിഞ്ഞത്. പോലീസ് സ്റ്റേഷന് നേരെ 4 ബോംബും സിപിഐഎം മാർച്ചിന് നേരെ 2 ബോംബും എറിയുന്നത് ദൃശ്യങ്ങളിൽ കാണാം. വിവരങ്ങളുമായി ദിനകർ ചേരുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ വ്യാപകമായ അക്രമം അഴിച്ചുവിട്ട അല്ലെങ്കിൽ അക്രമം നടന്ന സ്ഥലമാണ് നെടുമങ്ങാട്. പ്രത്യേകിച്ച് പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഇടത്തേക്ക് ബോംബെറിയുകയും സിപിഎം മാർച്ചിന് നേരെ ബോംബെറിയുകയും ചെയ്തിരുന്നു. അന്ന് ആരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായില്ല. സംഘപരിവാറുകാരാണെന്ന് പറഞ്ഞപ്പോൾ അവർ ഈ വിഷയത്തിൽ ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയാണ് നേതാക്കൾ അടക്കം നടത്തിയത്. എന്നാൽ ഇപ്പോൾ ഇതിൽ പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് ജില്ലാ പ്രചാരക് പ്രവീണാണ് എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. പ്രിയ, തീർച്ചയായും ആർഎസ്എസും ബിജെപിയുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ എന്നുള്ളതിന്റെ വ്യക്തമായ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നെടുമങ്ങാട് ജില്ലാ പ്രചാരക് പ്രവീൺ ആണ് കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷന് നേരെ ബോംബ് എറിഞ്ഞത്. 6 ബോംബുകളാണ് പ്രവീൺ എറിഞ്ഞത്. ഇതിൽ 4 ബോംബുകൾ പോലീസ് സ്റ്റേഷന് നേർക്കും 2 ബോംബുകൾ സിപിഎമ്മിന്റെ മാർച്ചിന് നേർക്കുമായിരുന്നു എറിഞ്ഞത്. ആർഎസ്എസും ബിജെപിയിലേക്ക് ഉടൻ തന്നെ എത്താം. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ ആർഎസ്എസ് നേതാവിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. നെടുമങ്ങാട് ജില്ലാ പ്രചാരക് പ്രവീണാണ് ബോംബെറിഞ്ഞത്. പോലീസ് സ്റ്റേഷന് നേരെ 4 ബോംബുകളും സിപിഎം മാർച്ചിന് നേരെ 2 ബോംബുകളുമാണ് എറിഞ്ഞത്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ ആരാണ് എറിയുന്നത് എന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദിനകറിലേക്ക് ചേരുകയാണ് കൂടുതൽ വിവരങ്ങൾക്കായി. ദിനകർ, ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു ആർഎസ്എസ് പ്രചാരകാണ് ഇതിന് സംഭവത്തിന് പിന്നിൽ, പ്രവീൺ എന്ന ആളാണ് ഇതിന് പിന്നിലെന്ന്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? പ്രിയ, സംസ്ഥാനത്തെമ്പാടും കഴിഞ്ഞ ദിവസം ആർഎസ്എസ് നടത്തിയ ഹർത്താലിനിടെ വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. ആ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇവർ തന്നെയാണ് എന്നുള്ളതിന്റെ വ്യക്തമായ ദൃശ്യങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ പുറത്ത് വന്നിരിക്കുന്നത്. ആർഎസ്എസിന്റെ നെടുമങ്ങാട് ജില്ലാ പ്രചാരക് ആണ് പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞത്. അതോടൊപ്പം തന്നെ സിപിഎമ്മിന്റെ മാർച്ചിന് നേർക്കും ബോംബെറിഞ്ഞത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് കലാപം അഴിച്ചുവിട്ടുകൊണ്ട് കേരളത്തെ വർഗീയമായി ചേരിതിരിക്കുന്നതിന് വേണ്ടിയുള്ള ആർഎസ്എസിന്റെയും ബിജെപിയുടെയും സംഘപരിവാരത്തിന്റെയും നീക്കമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അത്തരം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സിപിഎമ്മും സർക്കാരും ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു. പല രീതിയിൽ സംസ്ഥാനത്ത് കലാപം അഴിച്ചുവിട്ടുകൊണ്ട് വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ബിജെപിക്കും ആർഎസ്എസിനും വളരാനുള്ള മണ്ണ് വളക്കൂറുള്ളതാക്കി മാറ്റുകയാണ് ഇവരുടെ ലക്ഷ്യം. ഉത്തരേന്ത്യൻ മാതൃകയിൽ ഇവിടെയും കലാപം അഴിച്ചുവിട്ടുകൊണ്ട് വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കുക എന്ന കൃത്യമായ ആസൂത്രണം, കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ എന്ന് വ്യക്തമാവുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ഹർത്താലിൽ സംസ്ഥാനത്ത് എമ്പാടും പരക്കെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന ഒരു രീതിയായിരുന്നു ആർഎസ്എസും ബിജെപിയും സ്വീകരിച്ചത്. അത് ജനങ്ങളോടുള്ള വലിയ വെല്ലുവിളി കൂടിയായി മാറുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്ത് എമ്പാടും അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കുക, അതിലൂടെ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക, അതാണ് ബിജെപിയും ആർഎസ്എസും സംഘപരിവാറും ലക്ഷ്യം വെക്കുന്നത്. കാരണം ദയവായി തുടരുക. ഇപ്പോൾ നമുക്കൊപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഭാസുരേന്ദ്ര ബാബു കൂടി ചേരുകയാണ്. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ദൃശ്യങ്ങൾ കണ്ടു കാണും എന്ന് കരുതുകയാണ്. നെടുമങ്ങാട് ബോംബെറിഞ്ഞ സംഭവത്തിൽ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചതെന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ. നെടുമങ്ങാട് ജില്ലാ പ്രചാരക് പ്രവീണാണ് ഇതിന് മുൻപിൽ നിന്നത്. അയാൾ ബോംബെറിയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് വളരെ വ്യക്തമാണല്ലോ. കാര്യം കേരളം മുഴുവൻ നടത്തുന്ന ഒരു തീവ്രമായ ജനവിരുദ്ധ ക്യാമ്പയിനാണ് ബിജെപി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശബരിമലയിലെ തോൽവി അത് വളരെ പെട്ടെന്ന് കേരളത്തെ മുഴുവൻ ജനങ്ങളെയും ആക്രമിക്കാൻ പാകത്തിലുള്ള അല്ലെങ്കിൽ വിശ്വാസ സംരക്ഷണം എന്ന പേരിൽ ഈ ബോംബും തോക്കും ഒക്കെ ഏന്തിയുള്ള കളി കളിക്കാനുള്ള ഒരു സ്പിരിറ്റ് ബിജെപി അത് വളരെ മുന്നേ തന്നെ പ്ലാൻ ചെയ്തതാണ്. ശബരിമലയിൽ ഇപ്പം യുവതികൾ കയറി കഴിയുന്നതോടെ അവരെ സംബന്ധിച്ച് അവരുടെ ഉത്തരവാദിത്വം അവിടെ തീർന്നു. സ്വാഭാവികമായിട്ട് പരാജയപ്പെട്ട ബിജെപിയുടെ ജാള്യത മറയ്ക്കുക, പുതിയ നിലവാരത്തിലുള്ള ഹിംസാത്മക പ്രവർത്തനങ്ങളിലൂടെ കേരളത്തില് ഇനിയൊരു സമുദായ ധ്രുവീകരണം സാധ്യമാണോ എന്ന് പരിശോധിക്കുക എന്ന നിവൃത്തികെട്ട അവസ്ഥയിലാണ് ബി ജെ പി എത്തിയിരിക്കുന്നത്.
അതിന്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഇപ്പോൾ ഈ ദൃശ്യം. ഒരു സംഘപരിവാര പ്രവർത്തകൻ യാതൊരു കൂസലുമില്ലാതെ ആളുകളുടെ ഇടയിൽ നിന്ന് പറയുന്ന ചിത്രമാണല്ലോ നാം ഈ കാണുന്നത്. അത് കേരളത്തിൽ എല്ലായിടത്തും അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേമാതിരി തന്നെ ശരിക്കും പറഞ്ഞാല് ഇത് കേരളത്തിന്റെ പൊതുവായ രാഷ്ട്രീയ ചിത്രത്തിന്റെ ഒരു പൊതു അവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്നില്ല. കേരളത്തിൽ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വ്യത്യസ്ത രാഷ്ട്രീയ വീക്ഷണങ്ങളും ഒക്കെ ഉണ്ട്. അവയൊക്കെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റുമുട്ടുകയും ജയാപജയങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അവിടെ ബോംബും പേശീബലവും ഒന്നുമല്ല നിർണായകമായി തീരുന്നത്. പക്ഷെ BJPക്ക് അറിയാവുന്ന ഏക കളി, RSS അവരെ പഠിപ്പിച്ചു കൊടുത്ത കളി ഈ ബോംബിലും ആദ്യമാരി തന്നെ തല്ലിലും ഒക്കെയായിട്ട് വലിയ ഒരു ഒരു ഭയപ്പെടുത്തൽ ഉണ്ടാക്കുക, ആ ഭയപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ കീഴ്പ്പെടുത്തുക. ഇതാണ് അവർ ചെയ്യുന്നത്. അതിനുവേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട കാശ് കൊടുക്കപ്പെട്ട ഏജന്റുമാരാണ് ഈ പ്രവീണും കൂട്ടരും. അതിന് പ്രത്യേകിച്ച് ഗുണ്ടകളൊന്ന് വിളിച്ചാൽ മതിയല്ലോ, ഇതിന് പ്രചാരകർ മറ്റത് മറിച്ചത് ഗുണ്ട. ആ നിലയ്ക്കുള്ള ഗുണ്ടകളെ വെച്ചുകൊണ്ട് കളിച്ചു നോക്കുകയാണ് കേരള രാഷ്ട്രീയത്തെ തങ്ങളുടെ പിടിയിൽ എത്തിക്കാൻ പറ്റുമോ എന്ന്. അതിന്റെ ദൃശ്യം നേർചിത്രമാണ് നിങ്ങൾ കാണിക്കുന്നത്. പക്ഷേ കേരളമാണ് ഇത് എന്നും അതുകൊണ്ട് ഉത്തരേന്ത്യൻ കളി അമിത്ഷാ പഠിക്കുകയും ശേഷം പഠിപ്പിക്കുകയും ചെയ്യുന്ന കളിയുണ്ടല്ലോ, അത് ഇവിടെ ഏൽക്കുകയില്ല എന്നും വൈകാതെ ഇവർ മനസ്സിലാക്കിക്കൊള്ളുമെന്ന് ഈ കാര്യത്തിൽ പറയാനും. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ പട്ടാപ്പകരാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു പോലീസ് സ്റ്റേഷന് നേരെ 4 ബോംബുകളാണ് വർഷിച്ചത്. മാത്രമല്ല 2 ബോംബുകൾ CPM മാർച്ചിന് നേരെയും എറിഞ്ഞിരിക്കുന്നു. നെടുമങ്ങാട് എന്ന് പറയുന്നത് നമുക്കറിയാം തിരുവനന്തപുരം ജില്ലയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നെടുമങ്ങാടിന്റെ കാര്യം മാത്രമല്ല, കേരളത്തിൽ ഉടനീളം വിവിധ ജില്ലകളിൽ പലയിടങ്ങളിൽ ബോംബേർ സഹിതം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും വേണമെങ്കിൽ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ആസൂത്രിതമായി ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി മറ്റ് പ്രധാന തലങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് ഇവർക്ക് പിറകിലാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അല്ല, അതിനകത്ത് ഇപ്പം ഈ BJPയുടെ സ്ഥിരം ശൈലിയാണ്. നമുക്കറിയാവുന്നത് മാതിരി ഇപ്പം ശബരിമലയിലെ പ്രശ്നങ്ങളടക്കം ആ വിശ്വാസികൾ കുറെയൊക്കെ ആളുകൾ ഇവരെ വിശ്വസിച്ച് ആശ്രയിച്ച് ഇവരുടെ പുറകെ നടന്നിട്ടുണ്ടാണ്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവർക്ക് മനസ്സിലാകും ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ശബരിമല വിശ്വാസ സംരക്ഷണമോ ആചാര സംരക്ഷണമോ ഒക്കെ ഒരു പേര് മാത്രമാണ് അവർക്ക്. മറിച്ച് ഏത് സാഹചര്യത്തിലും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്ന ഒരു ഫാസിസ്റ്റ് തന്ത്രമുണ്ട്. ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം നാം കണ്ടതാണല്ലോ, എടപ്പാളില് 10-15 വണ്ടിയിൽ കുറെ ആൾക്കാർ ഇങ്ങനെ വരുന്നു. അങ്ങനെ വന്ന് സുസംഘടിതമായി വളരെ കൃത്യമായ സൈനിക രീതിയും വന്ന് കീഴ്പ്പെടുത്താനാണ് ശ്രമിച്ചത്. പക്ഷേ ആ വണ്ടിയിൽ വന്ന 35 പേരും അവരെ വളരെ പെട്ടെന്ന് അവിടെ നിൽക്കുന്ന ലോക്കലായി നിൽക്കുന്ന ആളുകൾ സംഘം ചേർന്ന് ഓടിച്ചപ്പം പേടിത്തൂറികളെ പോലെ വാലും പൊക്കി പലായനം ചെയ്തില്ലേ എല്ലാവരും. ഇത്രയേ ഉള്ളൂ. ഒന്ന് തിരിഞ്ഞു നിന്നാൽ അപ്പോൾ തീരുന്ന ധൈര്യമേ ഇവർക്കൊക്കെ ഉള്ളൂ. പെയ്ഡ് ഏജൻസിന് അതിനപ്പുറം ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്ത് നിലവാരത്തിലുള്ള കീടങ്ങളിലും അവർ തയ്യാറാണ്. അത്രയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുമാതിരി കോൺഗ്രസിന്റെ ഒക്കെ കടിച്ച് വിജയിച്ച ഒരു രീതിയാണ്. കോൺഗ്രസ് കീഴടങ്ങാൻ തയ്യാറായി നിൽക്കുന്ന പ്രസ്ഥാനമായതുകൊണ്ട് ഇതര പ്രദേശങ്ങളിൽ അവർ കീഴടങ്ങി കൊടുത്തു. പക്ഷേ കേരളം ഒരു ജനാധിപത്യ സംസ്ഥാനമാണ്. ജനാധിപത്യ ശക്തികളാണ് ഇവിടെ ഉള്ളത്. ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന അസംഖ്യം പ്രസ്ഥാനങ്ങളും അതുപോലെ മാധ്യമങ്ങളുമുണ്ട്. ഇതൊന്നും വകച്ചു കൊടുക്കാത്ത ഒരു ജനതയും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അവിടെ കളിച്ച് ജയിച്ച കാര്യം, വടക്കേ ഇന്ത്യയിൽ ജയിച്ച കാര്യം, കോൺഗ്രസിനെ തോൽപ്പിക്കുന്നതിൽ വിജയിച്ച കാര്യം ഇവിടെ പ്രയോഗക്ഷമമാകാനേ ഒക്കുന്നില്ല. ഈ പ്രവീണിനെ പോലെയുള്ള ആളുകൾ വൈകാതെ അറസ്റ്റ് ചെയ്യപ്പെടുകയും ദീർഘനാൾ ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു ഗതികേടിലേക്ക് എത്തും എന്നതൊഴിച്ച് ഈ നമ്മുടെ ജനാധിപത്യ കേരളത്തിൽ ഇതൊന്നും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നുമില്ല. നന്ദി ശ്രീ സുരേന്ദ്രബാബു ഞങ്ങളുടെ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. വീണ്ടും ദിനകറിലേക്ക് പോവുകയാണ്. ദിനകർ, ഇപ്പോൾ RSS ജില്ലാ പ്രചാരക് പ്രവീണാണ് എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇയാൾ ഇപ്പോൾ ഒളിവിലാണ്. കൂടുതൽ ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല കേസുകളിലും ഇയാൾ പ്രധാന പ്രതിയാണ്. നൂറിനാട് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് മുഖ്യപ്രതിയാണ് ഈ പ്രവീൺ എന്നാണ്. പ്രിയ, ഇപ്പോൾ പ്രവീൺ ഒളിവിൽ തന്നെയാണ് ഉള്ളത്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് സ്പെഷ്യൽ ഡ്രൈവ് തന്നെ നടത്തുകയാണ്. സംസ്ഥാനത്ത് എമ്പാടും അക്രമം അഴിച്ചുവിട്ടവരെ കണ്ടെത്താനും അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനുമുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഹർത്താൽ നടത്തുന്നതിന് തലേ ദിവസം തന്നെ പോലീസ് കൃത്യമായ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു.
പൊതുമുതൽ നശിപ്പിക്കുന്നവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിനുള്ള നടപടികളിലേക്ക് വരെ പോലീസ് കടക്കും എന്ന് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. സംസ്ഥാനത്ത് എമ്പാടും കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് BJP RSS ഹർത്താലിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ശക്തമായ അന്വേഷണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് വിവിധ കേന്ദ്രങ്ങളിൽ എല്ലാ 14 ജില്ലകളിലും നടത്തുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 1800ഓളം പേരെ ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പോലീസ് വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും കേസ് മുന്നോട്ട് പോവുക എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സംസ്ഥാനത്ത് എമ്പാടും ഇത്തരത്തിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് BJPക്കും RSSനും വളക്കൂറുള്ള മണ്ണാക്കി കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള വളരെ ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അത് വ്യക്തമായ സൂചനകൾ നൽകുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് BJPക്ക് വളരാനുള്ള ഒരു നീക്കം നടത്തുന്നു. എന്നാൽ അത് ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശമായിരുന്നു 1-ാം തീയതി നടന്ന വനിതാ മതിൽ. അതിൽ വിരളി പൂണ്ട BJPയും RSSും. കാരണം നാളുകളായി BJPയുടെ കേന്ദ്ര നേതൃത്വം, മന്ത്രിമാർ, പ്രധാനമന്ത്രി, ഒപ്പം BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ, അതോടൊപ്പം തന്നെ മന്ത്രിമാർ, MP-മാർ ഒക്കെ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്തേക്ക് അടിക്കടി എത്തുകയും വിവിധ കേന്ദ്രങ്ങളിൽ യോഗങ്ങളിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടും BJPക്ക് വളർച്ച ഉണ്ടാകുന്നില്ല എന്ന വസ്തുത കൂടി അവരെ വ്യാകുലപ്പെടുത്തുന്നുണ്ട്. അതിന്റെ പരിണത ഫലം കൂടിയാണ് ഇത്തരത്തിൽ വ്യാപകമായ ആക്രമണം ജനങ്ങൾക്ക് നേരെ അഴിച്ചുവിടുന്ന ഒരു സമീപനം BJPയും RSSും സ്വീകരിക്കുന്നത് എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും. സ്വാഭാവികമായും അത് BJPക്ക് ഇപ്പോൾ വലിയ തിരിച്ചടിയാകുന്നു. കാരണം എടപ്പാളിൽ നമ്മൾ കണ്ടു BJPയുടെയും RSSന്റെയും അക്രമകാരികളെ ജനങ്ങൾ തുരത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അത് മറ്റ് ഇടങ്ങളിലേക്കും വ്യാപിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 3 മാസത്തിനിടയിൽ ശബരിമല സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 7 ദിവസമാണ് ജനങ്ങളെ ബന്ദികളാക്കിയത്, ഹർത്താലിലൂടെ ജനങ്ങളെ ബന്ദികളാക്കിയത്. ഒപ്പം സംസ്ഥാനത്തിന് കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടവും BJPയും RSS സംഘവും വരുത്തിവെക്കുകയും ചെയ്തിരിക്കുന്നു എന്ന വസ്തുത കൂടി നമുക്ക് മുന്നിലുണ്ട്. അതിനൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ജനങ്ങൾ ഹർത്താലിനോട് ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചു തുടങ്ങി. പല കേന്ദ്രങ്ങളിലും BJPക്കും RSSനുമെതിരെ ആളുകൾ പ്രതികരിച്ചു തുടങ്ങുന്ന കാഴ്ചകളും നമ്മൾ കണ്ടുകഴിഞ്ഞു. അത് വരും ദിവസങ്ങളിലും ആ രീതിയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നത് വളരെ വ്യക്തമാണ്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് നേരെ ബോംബെറിഞ്ഞ RSS നേതാവിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. നെടുമങ്ങാട് ജില്ലാ പ്രചാരക് പ്രവീണാണ് ബോംബെറിഞ്ഞത്. പോലീസ് സ്റ്റേഷന് നേരെ 4 ബോംബും CPM മാർച്ചിന് നേരെ 2 ബോംബുമാണ് ഇയാൾ എറിയുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് ദിനകർ നൽകിയത്. ഇടവേള. പോലീസ് ആക്ട് പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കെ കോഴിക്കോട് പേരാമ്പ്രയിൽ വീണ്ടും ബോംബേറ്. CPM പ്രവർത്തകന്റെ വീടിന് നേരെയാണ് ബോംബേറ് ഉണ്ടായത്. ജില്ലയിൽ ഹർത്താലിന് ശേഷവും പല പ്രദേശങ്ങളിൽ സംഘപരിവാർ ആക്രമണം തുടരുന്നു. മിഠായിത്തെരുവ് ആക്രമണവുമായി ബന്ധപ്പെട്ട് 7 RSS പ്രവർത്തകർ കൂടി പോലീസ് കസ്റ്റഡിയിൽ. പേരാമ്പ്ര വടക്കേടത്ത് താഴേക്കുനി രാധാകൃഷ്ണന്റെ വീടിനു നേരെയാണ് ബോംബേറുണ്ടായത്. ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളും വാതിലുകളും തകർന്നു. കഴിഞ്ഞ ദിവസവും പേരാമ്പ്രയിൽ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. പോലീസ് ആക്ട് പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ നിലനിൽക്കെയാണ് ആക്രമണം. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഒരു 2 മണിയായിട്ടുണ്ടാവും. ശബ്ദം പൊട്ടി അങ്ങനെ വാഴപ്പുള്ള ഗ്രിൽസൊക്കെ പോയി, മറ്റേ ഉള്ളിലെ അലമാരി സർക്കസ് ഒക്കെ പോയി. ആരാന്നുള്ള അറിയുന്നില്ലായിരുന്നു. രാത്രി വന്നിട്ട് ഇങ്ങനെ ആക്രമിച്ചു പോവുക. രാമനാട്ടുകര കോളർകുന്ന് ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിനു നേരെ കല്ലേറും ഉണ്ടായി. ഹർത്താൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ അറസ്റ്റ് തുടരുകയാണ്. മിഠായി തെരുവ് ആക്രമിച്ച കേസിൽ ഇന്ന് 7 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. കോഴിക്കോട് പേരാമ്പ്രയിലും വടകര പോലീസ് സ്റ്റേഷൻ പരിധിയിലും പോലീസ് ആക്ട് പ്രകാരമുള്ള നിരോധനം തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇടവേള. കണ്ണൂരിൽ സംഘപരിവാർ കലാപ നീക്കം. AN ഷംസീർ MLAയുടെയും CPM മുൻ ജില്ലാ സെക്രട്ടറി P ശശിയുടെയും വീടിന് നേരെ ബോംബെറിഞ്ഞു. ഇരിട്ടി പെരുമ്പറമ്പിൽ CPM പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമം. തലശ്ശേരി മേഖലയിൽ CPM പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ വ്യാപക ആക്രമണവും ഉണ്ടായി.
തലശ്ശേരി മേഖലയിൽ കലാപത്തിനുള്ള ഒരു ശ്രമമാണ് RSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇന്നലെ രാത്രി AN ഷംസീർ MLA മുൻകൈയെടുത്താണ് സമാധാന യോഗം വിളിച്ചു ചേർത്തത്. ഈ സമാധാന യോഗം പുരോഗമിക്കുന്നതിനിടയിലാണ് ഷംസീർ MLAയുടെ വീടിന് നേരെ ബോംബാക്രമണം ഉണ്ടായത്. സമാധാന യോഗത്തിൽ വെച്ച് ആക്രമണം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുകയും അതേസമയം തന്നെ അണികളെ അക്രമത്തിന് പറഞ്ഞയക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് RSS നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. AN ഷംസീർ MLAയുടെ വീടിന് ആക്രമണം ഉണ്ടായത് പിന്നാലെ തന്നെ CPIMന്റെ മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി P ശശിയുടെ വീടിന് നേരെയും ബോംബാക്രമണം ഉണ്ടായി. അങ്ങനെ നിരവധി CPIM പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും വീടുകൾക്ക് നേരെയാണ് തലശ്ശേരി മേഖലയിൽ ആക്രമണം ഉണ്ടാകുന്നത്. AN ഷംസീർ MLA ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം, ഇന്നലെ ഈ സമാധാന യോഗം നടക്കുന്നതിനിടയിലാണ് ആക്രമണം ഉണ്ടായത്? സമാധാന യോഗത്തിൽ, അതായത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തലശ്ശേരി മേഖലയിൽ സമാധാനത്തിന് വേണ്ടി മുൻകൈയെടുക്കണം എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ SP-യുമായി സംസാരിച്ച് SP ശിവവിക്രം, അതുപോലെ തന്നെ തലശ്ശേരി സബ് കളക്ടർ ആസിഫ് യൂസഫ്, ഒപ്പം ഞങ്ങൾ 3 പേരും CPIMൻ്റെയും ഒപ്പം RSSൻ്റെയും നേതൃത്വവുമായി ഇരുന്ന് 1-to-1 ആയി ചർച്ച ചെയ്ത് സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് എൻ്റെ വീട് ആക്രമിച്ചത്. അപ്പം അതിലൂടെ അവർ നൽകുന്ന സന്ദേശം, സമാധാന ശ്രമങ്ങൾക്ക് ശ്രമിക്കുന്നവരെ ഞങ്ങൾ ആക്രമിക്കും, നാട്ടിൽ സമാധാനം ഉണ്ടാക്കാൻ ഒരു തരത്തിലും ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഉത്തരേന്ത്യൻ മോഡൽ സംഘർഷമാണ് കഴിഞ്ഞ 4 ദിവസമായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശബരിമലയിൽ CPIMന് നേരിട്ടൊരു പങ്കുമില്ല. സുപ്രീം കോടതിയുടെ വിധിയാണ്. ഇനി ഈ വിധിയെ മറികടക്കാനാണെങ്കിൽ ഓർഡിനൻസ് കൊണ്ടുവരാം BJPക്ക്. അതിനൊന്നും ശ്രമിക്കാതെ നാട്ടിൽ സ്വൈരജീവിതത്തിന് തടസ്സം നിൽക്കുന്ന സമീപനമാണ് RSSും BJPയും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ തലശ്ശേരി മേഖലയിലുണ്ടായ സംഘർഷം. യാതൊരു പ്രകോപനവുമില്ല, തലശ്ശേരിയിൽ ഒരു പ്രശ്നങ്ങളുമില്ല. ഈ പറഞ്ഞ ഹർത്താലിന് മുമ്പ് ഇവർ കയറിയെന്ന് പറയുന്ന ദിവസം ഇവർ റോഡ് തടഞ്ഞിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഹർത്താൽ ദിവസം CPIMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി NC ബാലൻ്റെ വീട്, CPIMന് അനുഭാവിക സർക്കാർ ജീവനക്കാരൻ്റെ വീട് അടിച്ച് തകർക്കുന്നു, വാഹനങ്ങൾ തകർക്കുന്നു, ബൈക്കുകൾ തകർക്കുന്നു. തുടർന്നാണ് സമാധാന ശ്രമത്തിന് വേണ്ടി എൻ്റെ ഭാഗത്ത് മുൻകൈ ഉണ്ടായത്. അപ്പോൾ സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈ എടുക്കുന്നവരെ പോലും ആക്രമിക്കുന്നു. എൻ്റെ വീട് ആക്രമണത്തിന് ശേഷമാണ് CPIMൻ്റെ മുൻ ജില്ലാ സെക്രട്ടറി സഖാവ് P ശശിയുടെ വീട് നേരെ ആക്രമിക്കുന്നത്, വലിയ രീതിയിലുള്ള ബോംബാക്രമണം നടത്തിയത്. അപ്പോൾ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, നാട്ടിൽ സമാധാനത്തിന് തടസ്സം നിൽക്കുക എന്ന സമീപനമാണ് RSS സ്വീകരിക്കുന്നത്. ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികൾ പ്രതികരിക്കണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. സമാധാന യോഗത്തിൽ RSSന്റെ നേതാക്കന്മാർ സ്വീകരിച്ച നിലപാട് എന്താണ്? സമാധാന യോഗത്തിൽ അവർ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുമെന്ന് പതിവ് പല്ലവി ആവർത്തിക്കുകയാണ് ചെയ്തത്. എല്ലായ്പ്പോഴും അവർ പറയും ഞങ്ങൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും, ഞങ്ങൾ സമാധാനത്തിന് വേണ്ടി നിൽക്കും. ആ പതിവ് പല്ലവിക്കപ്പുറത്ത് ഒരു ഭാഗത്ത് ഈ രീതിയിൽ സമാധാന കമ്മിറ്റി യോഗങ്ങൾക്കകത്ത് വന്നിരിക്കുക, മറുഭാഗത്ത് അറ്റ് എ ടൈം തന്നെ ആയുധങ്ങളുമായി ആളുകൾ പറഞ്ഞയക്കുക. ഇതാണ് അവരുടെ രീതി. അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് കണ്ണൂരിൽ കണ്ടത്, തലശ്ശേരിയിൽ കണ്ടത്. RSS ഒരു ഭാഗത്ത് CPIMനെയാണ് ആക്രമിക്കുന്നതെങ്കിൽ, കേരളത്തിൽ ആക്രമിക്കുന്നതെങ്കിൽ, ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ ദളിതുകളെയും മുസ്ലിങ്ങളെയുമാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമാധാന ശ്രമങ്ങൾക്ക് മുൻകൈയെടുത്താണ് ഒരു ജനപ്രതിനിധിയുടെ വീടിന് നേരെ ആക്രമണം നടത്താനുള്ള ഒരു കാരണമായി കണക്കാക്കാൻ. ജനപ്രതിനിധികൾ പോലും അവർക്ക് പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആരെന്നുള്ള CPIMൻ്റെ ഒരു ഉത്തരവാദപ്പെട്ട പ്രവർത്തകൻ, ജനപ്രതിനിധി ആയിക്കോട്ടെ, ആരെയും ഞങ്ങൾ ആക്രമിക്കും, ആരെയും ഞങ്ങൾ കൊല്ലും. എൻ്റെ വീടിന് നേരെ ഉണ്ടാകുന്ന തുടർച്ചയായ ശ്രമം, എനിക്ക് നേരെ ഉണ്ടാകുന്ന കോൺസിക്യൂട്ടീവായ ശ്രമങ്ങളുടെ തുടർച്ചയിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവം മാത്രമാണ് ഇന്നലെ ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവം മാത്രമാണ് ഈ RSSൻ്റെ സംഘം നടത്തി. RSSൻ്റെ ഉയർന്ന നേതൃത്വം അറിയാതെ, ഏതെങ്കിലും ഒരു ശിക്ഷക്കിൻ്റെ തീരുമാനപ്രകാരമല്ല, മറിച്ച് RSSൻ്റെ ഉന്നത നേതൃത്വത്തിൻ്റെ സമ്മതത്തോടെ, അറിവോടുകൂടിയാണ് ഇന്നലെ എൻ്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണം തന്നെയാണ് AN ഷംസീർ MLAയുടെ വീടിന് നേരെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം സമാധാന യോഗം പുരോഗമിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത്. ഏതായാലും മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമായി നടത്തിയിട്ടുണ്ട്. തലശ്ശേരി നഗരത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ റൂട്ട് മാർച്ച് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കുകയും നിരവധി പേരെ കരുതൽ തടങ്കലിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ സമാധാനം നിലനിർത്താനുള്ള ഒരു ശ്രമം പോലീസ് തലശ്ശേരി മേഖലയിൽ കാര്യക്ഷമമായി തന്നെ പോലീസ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇടവേള. ഹർത്താൽ ദിനത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത BJP നേതാക്കളെ മാലയിട്ട് സ്വീകരിച്ച് കോൺഗ്രസ് നേതാവ്. ഇടുക്കി DCC ജനറൽ സെക്രട്ടറി MD അർജുനനും 20-ലധികം കോൺഗ്രസ് പ്രവർത്തകരും ചേർന്നാണ് ഹർത്താൽ അനുകൂലികളെ സ്വീകരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച BJP നടത്തിയ ഹർത്താലിൽ അതിക്രമം കാണിച്ച BJP നേതാക്കളെയാണ് DCC പ്രസിഡന്റ് MD അർജുനനും കോൺഗ്രസ് പ്രവർത്തകരും ചേർന്ന് മാലയിട്ട് സ്വീകരിച്ചത്. ഹർത്താൽ ദിവസം ചെറുതോണിയിൽ വാഹനങ്ങൾ തടഞ്ഞ BJP മണ്ഡലം പ്രസിഡന്റ് PS സുരേഷ്, RSS കാര്യവാഹ് സ്വാമി ദേവചൈതന്യ എന്നിവരടങ്ങുന്ന 16-അംഗ സംഘത്തെയായിരുന്നു പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ വിട്ടയച്ചപ്പോൾ ചെറുതോണിയിൽ നിന്ന് 100 കണക്കിന് BJP പ്രവർത്തകർ പ്രകടനമായി പോലീസ് സ്റ്റേഷനിലെത്തി ഇവരെ സ്വീകരിച്ചു. ഇവരോടൊപ്പം DCC ജനറൽ സെക്രട്ടറിയും ഉണ്ടായിരുന്നു. പ്രകടനത്തിന് ശേഷം പൊതുയോഗം ഉദ്ഘാടനം ചെയ്തത് DCC
ജനറൽ സെക്രട്ടറിയാണ്. അതേസമയം BJP പ്രവർത്തകരെ DCC ജനറൽ സെക്രട്ടറി പോയി സ്വീകരിച്ചതിനെപ്പറ്റി പ്രതികരിക്കാൻ പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി കല്ലാർ തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക്. രാജ്യത്താകെ കലാപം സൃഷ്ടിക്കാനാണ് RSS ശ്രമമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇത് കേരളത്തിൽ വിലപ്പോകില്ല. ക്ഷേത്രങ്ങളും വിദ്യാലയങ്ങളും RSS ആയുധപ്പുരകളാകുന്നു. ആക്രമണം CPIMന്റെ പ്രവർത്തന രീതിയല്ലെന്നും കോടിയേരി തിരുവനന്തപുരത്ത് പറഞ്ഞു. ഒരു വിഭാഗത്തിന്റെ ഒത്താശയോടുകൂടി നടക്കുന്ന ആക്രമണങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഇത് കേരളത്തിൽ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പുതിയ മുന്നേറ്റത്തെ തടഞ്ഞ് അക്രമം എന്നൊരവസ്ഥ വരുത്തുക എന്നുള്ളതാണ് RSS ഉദ്ദേശിക്കുന്നത്. CPM BJP ആക്രമണം എന്ന വാർത്തയിലേക്ക് എത്തിച്ച് യഥാർത്ഥ പ്രശ്നത്തിൽ ശ്രദ്ധ തിരിച്ചു പിടിക്കാനാണ് RSS ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് CPIM ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം. BJPക്കാരുണ്ടാക്കുന്ന പ്രകോപനത്തിൽ CPM പ്രവർത്തകന്മാർ പെട്ടുപോകരുത്. വീടുകൾക്ക് നേരെ യാതൊരുവിധ അക്രമ സംഭവവും നടത്താൻ പാടില്ല എന്ന് ഉഭയകക്ഷി ചർച്ചയിൽ രണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനം അത് ലംഘിക്കാൻ പാടില്ല. ഇപ്പോൾ തലശ്ശേരി ലംഘിച്ചത് RSS ആണ് അതിന് തുടക്കം കുറിച്ചത്. അവർ ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ ചില സംഭവങ്ങൾ അവിടെ ഉണ്ടായി. ഇനി അത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലായിടത്തും പാർട്ടി പ്രവർത്തകന്മാർ ഇടപെടണം എന്ന് പരസ്യമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പക്ഷെ വർഗീയ കലാപം കേരളത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ നടപ്പാക്കാൻ ഇവിടെ സാധിക്കില്ല. അതിനുള്ള ശ്രമം കേരളത്തിൽ പലപ്പോഴും നടന്നിട്ടുണ്ട്. അത് പക്ഷെ പരാജയപ്പെടുകയാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോഴും ചില RSSകാർ ആ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് കേരളത്തിൽ അനുവദിക്കില്ല, നടക്കാൻ പോകുന്നില്ല. കോഴിക്കോട്ട് അങ്ങനെ ചില പ്രചരണം നടത്തിയിരുന്നു. വർഗീയ ധ്രുവീകരണത്തിലുള്ള ചില നീക്കം നടത്തിയിരുന്നു. പള്ളിയിൽ ചില പ്രകോപനം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചു. പക്ഷെ കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ടാണ് RSSന്റെ അജണ്ട ഇവിടെ നടപ്പാക്കാൻ കഴിയാത്തത്. കണ്ണൂരിൽ നടക്കുന്നത് RSS നേതൃത്വം ആസൂത്രണം ചെയ്ത അക്രമ സംഭവങ്ങളെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ കലാപമാണ് RSS ലക്ഷ്യമിടുന്നത്. നാട്ടിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ CPIM മുൻകൈയെടുക്കും. അക്രമമുണ്ടായാൽ ജനങ്ങളുടെ ചെറുത്തുനിൽപ്പ് ഉണ്ടാകുമെന്നും P. ജയരാജൻ തലശ്ശേരിയിൽ പറഞ്ഞു. നാട്ടിലാകെ കലാപം ഉണ്ടാക്കുക എന്നതാണ് RSSന്റെ പരിപാടി. ഇതിൻ്റെ ഭാഗമായിട്ടാണ് CPM പ്രവർത്തകന്മാരുടെയും നേതാക്കന്മാരുടെയും വീടുകൾക്ക് നേരെയുള്ള ആക്രമണം. അപ്പോൾ വീടുകൾ മനുഷ്യൻ്റെ അഭയസ്ഥാനമാണ്. ആ അഭയസ്ഥാനത്തെ കടന്നാക്രമിക്കുക എന്നത് RSSന്റെ കൃത്യമായ പദ്ധതിയാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നത് ഒരു ഫാസിസ്റ്റ് രീതിയാണ്. അതാണ് ഇവിടെ പ്രയോഗിക്കുന്നത്. ഇവിടെ CPMനെതിരായിട്ടുള്ള ഒരു കലാപം മാത്രമല്ല RSS ഉദ്ദേശിക്കുന്നത്, മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള കലാപം. കേരളത്തിൽ RSSന്റെ ഓരോ നീക്കങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് മതനിരപേക്ഷ ജനാധിപത്യ സമൂഹം ചെറുത്തുനിൽപ്പ് സംഘടിപ്പിക്കുന്നു. അതിൻ്റെ മുൻപന്തിയിൽ CPM ഉണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുണ്ട്. അപ്പോൾ ജനങ്ങളെ ബോധവാന്മാരാക്കിക്കൊണ്ട് RSSന്റെ യഥാർത്ഥ ഉദ്ദേശ്യം എന്താണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കലാപം, ന്യൂനപക്ഷ വിരുദ്ധ കലാപം, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പുണ്ടാക്കാൻ പറ്റും. അതിനാണ് CPIM അഭ്യർത്ഥിക്കുന്നത്. ഇടവേള. ഉയർത്തെഴുന്നേൽപ്പിന്റെയും അതിജീവനത്തിന്റെയും പ്രതീകമായി മാറിയ സൈമൺ ബ്രിട്ടോയ്ക്ക് തൃശൂരിന്റെ ഹൃദയാഞ്ജലി. ജീവിക്കുകയും ജീവിതകാലം മുഴുവൻ അസാധാരണമായ യുവത്വം സൂക്ഷിക്കുകയും ചെയ്ത സൈമൺ ബ്രിട്ടോയുടെ ദീപ്തമായ ഓർമ്മയിൽ ഒത്തുകൂടിയവർ വാക്കുകൾ കിട്ടാതെ വിതുമ്പി. മരണമില്ലാത്ത ഓർമ്മകൾ സമ്മാനിച്ചു കടന്നുപോയ ആ വിപ്ലവകാരിയുടെ സമാനതകളില്ലാത്ത ജീവിതത്തെ വ്യത്യസ്ത കാലങ്ങളിൽ ബ്രിട്ടോയോടൊപ്പം പ്രവർത്തിക്കുകയും സഞ്ചരിക്കുകയും പല വഴികളിലേക്ക് ചിതറിപ്പോവുകയും ചെയ്ത സുഹൃത്തുക്കൾ ഓർത്തെടുത്തു. അനുസ്മരണ യോഗം സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ ഉദ്ഘാടനം ചെയ്തു. ജീവിക്കുന്ന രക്തസാക്ഷി എന്ന വിശേഷണം ആദ്യമായി നൽകിയത് ബ്രിട്ടോയ്ക്കാണെന്ന് അദ്ദേഹം പറഞ്ഞു. എപ്പോഴും പ്രകാശം പ്രസരിപ്പിച്ച അസ്തമിക്കാത്ത സൂര്യനായിരുന്നു ബ്രിട്ടോ. അതുകൊണ്ടാണ് മകൾക്ക് നിലാവ് എന്ന വെളിച്ചം വിതറുന്ന പേരിട്ടത്. ബ്രിട്ടോ ജീവിതത്തിലും എഴുത്തിലും പോരാളിയുടെ കരുത്തും ഭാഷയും കാത്തുസൂക്ഷിച്ചതായും അദ്ദേഹം പറഞ്ഞു. ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടാവാനിടയില്ല 35 വർഷം വീൽ ചെയറിൽ ജീവിച്ചുകൊണ്ട് പോരാട്ടം തുടർന്ന ഒരു വ്യക്തി. ഒരാളുടെ
സത്യത്തോടും ആദർശത്തോടുമുള്ള അർപ്പണബോധമാണ് യഥാർത്ഥത്തിൽ ആ ആളുടെ ധൈര്യം. ആ അർപ്പണബോധത്തിന് ചെറിയ കുറവ് വന്നാൽ അത്രയും ധൈര്യം കുറയും. അപ്പം പോരാട്ടത്തിന്റെ പാതയിൽ എപ്പോഴെങ്കിലും തളർച്ച തോന്നിയാൽ ഒരുപക്ഷെ ഒരു അതിജീവന മന്ത്രം പോലെ മനസ്സിൽ പറയാവുന്ന പേരാണ് സൈമൺ ബ്രിട്ടോ എന്ന പേര്. ബ്രിട്ടോയുടെ ആത്മമിത്രങ്ങളും പ്രിയജനങ്ങളും സഹപ്രവർത്തകരും പങ്കെടുത്ത അനുസ്മരണ യോഗത്തിൽ രാവുണ്ണി അധ്യക്ഷനായി. PS ഇക്ബാൽ, പ്രൊഫസർ TA ഉഷാകുമാരി, കൗമ്പായി ബാലകൃഷ്ണൻ, UP ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കലാപത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കാൻ മോദിയും അമിത്ഷായും കേരളത്തിലേക്ക്. BJPക്ക് നേട്ടമുണ്ടാകണമെങ്കിൽ സംഘർഷം സൃഷ്ടിച്ച് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കണമെന്ന് കേന്ദ്ര നേതാക്കൾ കരുതുന്നു. അതിനായുള്ള കലാപ കൂടിയാലോചനകൾക്ക് വേണ്ടിയാണ് ഇരുവരുടെയും സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 2 തവണ കേരളത്തിലെത്തും. അടുത്ത മാസമാണ് അമിത്ഷായുടെ സന്ദർശനം. സ്ത്രീ പ്രവേശനത്തിന് പിന്നാലെ കേരളത്തിൽ വർഗീയ കലാപം വരെ ലക്ഷ്യമിട്ടുള്ള വലിയ പദ്ധതിയാണ് RSSും BJPയും ഇന്നലെ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കലാപ നീക്കങ്ങളുടെ കടിഞ്ഞാൺ നേരിട്ട് ഏറ്റെടുത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP അധ്യക്ഷൻ അമിത്ഷായും കേരളത്തിൽ സന്ദർശനം നടത്തുക. ഈ മാസം 15നും 27നുമാണ് മോദിയുടെ കേരള സന്ദർശനം. ശബരിമല വിഷയത്തിലെ സംഘർഷം ശക്തമാക്കാൻ BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് സന്ദർശനത്തിന്റെ പ്രധാന ഉദ്ദേശം. സർക്കാരിനെതിരായ പ്രചരണങ്ങൾ ജനങ്ങൾ തള്ളിയതോടെ പുതിയ രാഷ്ട്രീയ അന്തരീക്ഷമുണ്ടാക്കി മേൽക്കൈ ഉണ്ടാക്കാനാണ് സംഘപരിവാർ ശ്രമം. ജനുവരി 18-ന് ശബരിമല കർമ്മസമിതിയുടെ സെക്രട്ടേറിയറ്റ് വളയലിൽ വലിയ സംഘർഷം സൃഷ്ടിച്ച് സഹതാപം നേടിയെടുക്കണമെന്ന് മോദി നേതാക്കളോട് ആവശ്യപ്പെടും. ഇതിന്റെ ഭാഗമായി സംഘർഷം സംസ്ഥാനത്ത് വ്യാപിപ്പിക്കാനും ശ്രമിക്കണമെന്ന് മോദി നിർദ്ദേശിക്കും. സുപ്രീം കോടതി 22-ന് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ശേഷം 27-ാം തീയതിയാണ് മോദിയുടെ 2ാം സന്ദർശനം. പുനഃപരിശോധനാ ഹർജികൾ കോടതി പരിഗണിച്ച ശേഷമുള്ള തുടർ നിർദ്ദേശങ്ങൾ നൽകാനാണ് ഈ സന്ദർശനം. അടുത്ത മാസമാണ് BJP അധ്യക്ഷൻ അമിത്ഷാ കേരളത്തിലെത്തുക. പ്രധാനമന്ത്രി സംസ്ഥാന നേതൃത്വത്തിന് നൽകിയ നിർദ്ദേശങ്ങൾ ഏത് രീതിയിൽ പാലിക്കപ്പെട്ടെന്നുള്ള പരിശോധന ഷാ നടത്തും. ഇങ്ങനെ കലാപത്തിനുള്ള കൃത്യമായ തയ്യാറെടുപ്പോടെയാണ് മോദിയുടെയും അമിത്ഷായുടെയും കേരളത്തിലേക്കുള്ള യാത്രാ പദ്ധതി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ദേശീയ പണിമുടക്ക് ഹർത്താലോ ബന്ധോ അല്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ. ഒരു കടയും നിർബന്ധിച്ച് അടപ്പിക്കില്ല. തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കും. അക്രമം തങ്ങളുടെ അജണ്ടയിൽ ഇല്ലെന്നും എളമരം കരീം MP കോഴിക്കോട് പറഞ്ഞു. ജനങ്ങൾ പണിമുടക്കുമായി സഹകരിക്കണമെന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾ അഭ്യർത്ഥിച്ചു. ഇത് അക്രമം എന്ന് പറയുന്നത് ഈ അജണ്ടയിലേ ഇല്ല. എല്ലാ വിഭാഗം തൊഴിലാളികളും പണിമുടക്കും. ഞങ്ങൾ തൊഴിലാളി പണിമുടക്കാനേ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ. ഞങ്ങൾ തൊഴിലാളി പണിമുടക്കേ പറയുന്നുള്ളൂ, അല്ലാതെ കട പൂട്ടാൻ പോവല്ല. ഞങ്ങൾ അതുകൊണ്ട് ഒരാളെയും നിർബന്ധിക്കുന്നില്ല. ഹർത്താലും അല്ല, ബന്ധുവല്ല. ശബരിമല കർമ്മസമിതി ഹർത്താലിനിടെ RSS ആക്രമണത്തിനിരയായ കൈരളി പീപ്പിൾ TV ക്യാമറ വുമൺ ഷാജിലയെ വനിതാ കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ സന്ദർശിച്ചു.